ഇനി സൽമാൻ ഖാന്റെ വരവ്. സൽമാനെ നായകനാക്കി AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രമാണ് സിക്കന്ദർ. വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. 5 ഡയലോഗുകളും സ്റ്റൈലും കൂടിക്കലർന്ന ഒരു പക്കാ മാസ് പടമാകും സിക്കന്ദർ എന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. എന്നാൽ ചിത്രത്തിന്റെ ടീസർ റിലീസിന് പിന്നാലെ സിക്കന്ദർ വിജയ് ചിത്രമായ സർക്കാരിന്റെ റീമേക്ക് ആണോ എന്ന സംശയം ആരാധകർക്കിടയിൽ ഉണ്ടായിരിക്കുകയാണ്. സിക്കന്ദറിന്റെ ടീസറിൽ ഫ്ലൈറ്റിനകത്ത് വെച്ചുള്ള ഒരു ഫൈറ്റ് സീൻ കാണാനാകും. ഇതും ടീസറിൽ നിന്നുള്ള മറ്റു സൂചനകൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ ഇത് മുരുകദോസിന്റെ തന്നെ സിനിമയായ സർക്കാർ ആണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. ഇത് സർക്കാരിന്റെ റീമേക്ക് ആണെങ്കിൽ സൽമാൻ ഖാന് ഈ ചിത്രവും മറ്റൊരു പരാജയമായി മാറുമെന്നും നടൻ റീമേക്കുകൾ ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. ടീസർ കാണുമ്പോൾ സർക്കാർ തന്നെയാണെന്ന് മനസ്സിലാകുന്നുണ്ടെന്നും എന്നാൽ വിജയുടെ സ്വാഗിനെ മാച്ച് ചെയ്യാൻ സൽമാന് കഴിയില്ലെന്നാണ് മറ്റ് ആരാധകരുടെ പ്രതികരണം. സിക്കന്ദർ ഈദ് റിലീസായി 2025 മാർച്ച് 30-നാണ് എത്തുന്നത്. സൽമാനോടൊപ്പം രശ്മിക മന്ദാന, സത്യരാജ്, ഷർമാൻ ജോഷി, പ്രതീക് ബബ്ബർ, കാജൽ അഗർവാൾ എന്നിവരടങ്ങിയ താരനിര സിക്കന്ദറിൽ അണിനിരക്കുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം AR മുരുകദോസ് ബോളിവുഡിൽ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് സിക്കന്ദർ. സോനാക്ഷി സിൻഹ പ്രധാന വേഷത്തിലെത്തിയ അഖീറയാണ് അവസാനമായി മുരുകദോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.